നമസ്കാരം. മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വസതിയിൽ കൂടിയാലോചനകൾ ശക്തം. മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ ശേഷം മകൾ വീണ വിജയനൊപ്പം പിണറായി താമസിക്കുന്ന ഈ വീട്ടിൽ വിധി പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നിയമവിദഗ്ധരും വിശ്വസ്തരായ ചില നേതാക്കളും എത്തിച്ചേർന്നതായാണ് വിവരം. ED നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സുപ്രീം കോടതി എങ്ങനെ അതിവേഗം സമീപിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ അടിയന്തര ചർച്ചകൾ നടക്കുന്നത്. ഹൈക്കോടതി വിധി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM സംസ്ഥാന നേതൃത്വവും പലവിധ ചിന്തകളിലാണ്. ഇതുവരെ വ്യക്തിപരമായ ആക്ഷേപമെന്ന് പറഞ്ഞ് പാർട്ടി പ്രതിരോധിച്ചൊരു വിഷയം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ശേഷം പൂർണ്ണമായ നിയമസാധുതയോടെ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് കൃത്യമായി മറുപടിയില്ല. വരാനിരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഈ വിഷയം കടുത്ത ആഭ്യന്തര ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് CMRLന്റെ ഹർജി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കമ്പനി നൽകിയ അപ്പീലിൽ വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ കോടതി തടഞ്ഞിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ED നടപടികളൊന്നും എടുക്കാതിരുന്നതും ഈ സ്റ്റേ നിലനിന്നതിലാണ്. എന്നാൽ വെള്ളിയാഴ്ച അന്തിമ വിധി വന്നതോടെ സ്റ്റേ നീങ്ങുകയും EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. കേസിൽ വീണ വിജയൻ നേരിട്ട് കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ല എന്ന സാങ്കേതികത്വം ED മുൻപേ തന്നെ കോടതിയിൽ ആയുധമാക്കിയിരുന്നു. വീണ കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നും ED വാദിച്ചു. ഇതോടെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനും CMRLലെ ഉന്നതരെ ചോദ്യം ചെയ്യുന്നതിനും EDക്ക് മേൽക്കോടതിയുടെ പരോക്ഷമായ അനുമതി കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി വീണ വിജയന്റെ എക്സാലോജി കമ്പനി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് ED കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക പ്രശ്നമല്ലെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള വലിയൊരു സാമ്പത്തിക ഇടപാടാണെന്നും ED വാദിക്കുന്നു. വിധി അനുകൂലമായതോടെ വരും ദിവസങ്ങളിൽ ഈ 2 കോടിയുടെ ഉറവിടം തേടി ED നീക്കങ്ങൾ ശക്തമാക്കും. അതേസമയം EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളൊന്നും നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നാണ് CMRL കോടതിയിൽ ആവർത്തിച്ചത്. കമ്പനിയുടെ ഈ സാങ്കേതിക വാദങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ പ്രതിരോധത്തിന്റെ എല്ലാ നിയമവഴികളും അടഞ്ഞ മട്ടാണ്. SFIOയെ സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായതിനാൽ അതിനെ നിലവിലൊരു കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ കോടതിക്ക് രഹസ്യരേഖയായി കൈമാറാൻ തയ്യാറാണെന്ന് ED വ്യക്തമാക്കിയതോടെ കളി പൂർണ്ണമായും കേന്ദ്ര ഏജൻസിയുടെ കൈകളിലായി. ഈ സാഹചര്യത്തിലാണ് CPMനുള്ളിൽ വരും ദിവസങ്ങളിൽ പുകയുന്ന ചിന്തകൾക്ക് വേഗത കൂടുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞെങ്കിലും പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. എന്നാൽ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ പാടെ തകർക്കുമെന്നൊരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് പിണറായിയുടെ മകൾക്ക് നേരെയും നിയമക്കുരുക്ക് മുറുകുന്നത്. കണ്ണൂരിലെയും സംസ്ഥാനത്തെയും പാർട്ടി അണികൾക്കിടയിൽ ഈ 2 സംഭവങ്ങളും ഉണ്ടാക്കുന്ന വികാരം ചെറുതല്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തിന് വലിയ മറുപടികൾ തന്നെ പറയേണ്ടി വരും.